Hi all. So today we are going to discuss the remaining topics of fourth module. The previous video I have already taught you about the spread spectrum communication. So today we are going to analyze the different techniques which are using the spread spectrum concepts. There are mainly two types of techniques which is using spread spectrum analysis. First one is frequency hopping spread spectrum FHSS, and the second one is direct sequence spread spectrum DSSS. So what are the two types of techniques which are using spread spectrum analysis? FHSS and DSSS. So let's check what is FHSS. So നമുക്ക് നോക്കാം ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്താണെന്ന്. സോ നമ്മൾ ഈ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് ഞാൻ ഓൾറെഡി സ്പ്രെഡ് സ്പെക്ട്രത്തിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ ഒരു ചെറിയൊരു ഡേറ്റയെ നമ്മളൊരു ഹയർ ഡയമെൻഷണൽ സ്പേസിലോട്ട് മാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്രെഡ് സ്പെക്ട്രം കൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, നമുക്ക് കുറേ കരിയർ ഫ്രീക്വൻസീസ് ഉണ്ടെന്ന് നിങ്ങൾ നേരത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. So we are using m different carrier frequencies that can be modulated by the source signal. Source signalന് നമ്മൾ ഒരു m different carrier frequencies കൊടുക്കും. So at one time the signal modulates one carrier frequency, at next moment signal modulates another carrier frequency. So അതിന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം ഒരുപാട് കരിയർ ഫ്രീക്വൻസി ആയിട്ട് നമ്മുടെ സിഗ്നലിനെ മിക്സപ്പ് ചെയ്യുകയാണ് അല്ലേ. ആ ഒരുപാട് ഫ്രീക്വൻസിയിൽ മിക്സപ്പ് ചെയ്തിട്ട് വിത്ത് സ്പ്രെഡിങ് കോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഡേറ്റയെ വേറൊരു വലിയൊരു സ്പേസിലോട്ട് നമ്മൾ മാപ്പ് ചെയ്തെടുക്കുന്നത്. സോ ഒരു ടൈമിൽ ഇപ്പോൾ സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ്. ഓക്കെ, സോ ആ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിൽ നമ്മൾ ഒരു സിഗ്നൽ അറ്റ് എ ടൈം ഒരു കരിയർ ഫ്രീക്വൻസിയിലാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ അറ്റ് ദ നെക്സ്റ്റ് മൊമെന്റ് എന്ത് ചെയ്യും, ഈ സെയിം സിഗ്നൽ, അതായത് ഇപ്പോൾ സെയിം ഡേറ്റ ബിറ്റ് സ്ട്രീമിനെ തന്നെ ഞാൻ വേറൊരു കരിയർ ഫ്രീക്വൻസിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മോഡുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ്. സോ ദസ് വി ആർ യൂസിങ് എം ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് അറ്റ് എം ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ പല ടൈംസിൽ നമ്മൾ പല ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി എങ്ങനെയായിരിക്കും ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? FHSSന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഡേറ്റയുടെ ബാൻഡ് വിഡ്ത്തിനെക്കാട്ടിയും, ദറ്റ് മീൻസ് സോഴ്സിൻ്റെ ബാൻഡ് വിഡ്ത്തിനെക്കാട്ടിയും ഫാർ ഗ്രേറ്റർ ആയിരിക്കും അല്ലേ. The bandwidth occupied by the source after spreading, that is BFHSS, is greater than, that means it's far greater than its original bandwidth. So this is how FHSS works. So let's check it. Here you are having a original signal. So there is a frequency synthesizer that is synthesize the frequencies. Okay, that is frequency synthesizer will modulate the frequencies, and there is a pseudo random code generator that I have already told you in the previous video that there is a pseudo code random code generator. That code generator is generating the codes. So that code is actually checking for the frequency table for mapping up the data with what the code generator generates the code. Okay, അതായത് ഇവിടെ നമുക്കൊരു സ്യൂഡോ റാൻഡം കോഡ് ജനറേറ്റർ ഉണ്ട്. സ്യൂഡോ റാൻഡം കോഡ് ജനറേറ്റർ ഒരു കോഡ് ജനറേറ്റ് ചെയ്യും. ആ കോഡ് ഫ്രീക്വൻസി ടേബിളിനകത്ത് നമ്മൾ ആ ഒരു കോഡും ഫ്രീക്വൻസി ടേബിളും കൂടെ മാപ്പ് ചെയ്യും. Then the frequency synthesizer will synthesize that frequencies. Then the output will be the spread signal. Okay, this is how ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സോ യു ഹാവ് ടു റീഡ് ദാറ്റ് തിങ്സ്. ഓക്കെ, so this is how the frequency selection is done. Okay, so here we are having a k-bit pattern. This is the pattern, and here this is the frequency table that we have seen in the previous figure. So this is
the k bit and the frequency mapping, and from here the first hop frequency, that means multiple hop frequencies are there. At the first hop, that means at the first interval, ഒരു കുറേ ഇൻ്റർവെൽസ് ആയിട്ടായിരിക്കും, അതായത് കുറേ ഹോപ്സ് ആയിട്ടായിരിക്കും നമ്മൾ, അതാണ് ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറയുന്നത്. ഓരോ ഹോപ്പിൽ നമ്മൾ ഓരോ ഫ്രീക്വൻസി ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. സോ അറ്റ് ദ ഫസ്റ്റ് ഹോപ്പിൽ ഞാൻ എങ്ങനെ മാപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഈ ഹോൾ ബിറ്റ് സ്ട്രീമിനെ ഞാൻ 3 ബിറ്റ്സ് ആക്കിക്കൊണ്ട് ഈക്വലി ഡിവൈഡ് ചെയ്തു, കണ്ടോ? സോ എന്നിട്ട് ഞാനിപ്പം 001 വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ എന്തുമായിട്ട്, ഏത് ഫ്രീക്വൻസി ആയിട്ട് മാപ്പ് ചെയ്യും? 200 കിലോ ഹേർട്സുമായിട്ട് ഞാൻ മാപ്പ് ചെയ്യും. ഓക്കെ, അടുത്തതിൽ ഞാൻ 001 വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? 300 കിലോ ഹേർട്സുമായിട്ട്. അപ്പം എനിക്ക് അടുത്ത ഹോപ്പിൽ 300 കിലോ ഹേർട്സ് മാപ്പ് ചെയ്യാം. സോ 010 വന്നു കഴിഞ്ഞാൽ 400. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? സോ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 101 ആണ്. സോ where will we map with this 101? So 101 is mapped with this 700 kilohertz അല്ലേ? ഈ 700 kilohertz ആയിരിക്കും നമ്മൾ ആദ്യം നമ്മുടെ ഈ 101നെ മാപ്പ് ചെയ്യാൻ പോകുന്നത്. എഗെയിൻ നമുക്ക് വന്നിരിക്കുന്ന 111 ആണ്. 111 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തുമായിട്ട് മാപ്പ് ചെയ്യും? 900 kilohertz നമ്മൾ മാപ്പ് ചെയ്യും. ഓക്കെ, സോ അതെങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ യു ഹാവ് ടു റീഡ് ദിസ്. ദറ്റ് മീൻസ് അറ്റ് ദ ഹോപ്പിംഗ് പീരീഡ് 101 ഇങ്ങനെ ആയിരിക്കും. ഹോപ്പിംഗ് പീരീഡ്, അതായത് നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞ് വരുമ്പം ഓരോന്നിനെ ഓരോ പീരീഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓരോ 3 ബിറ്റ്സിനെ നമ്മൾ ഓൺ ഹോപ്പിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. സോ ഇത് 3 ബിറ്റ്സ്, ആദ്യത്തെ 101 ഒരു ഹോപ്പിംഗ് പീരീഡ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഹോപ്പിംഗ് പീരീഡ്. അറ്റ് സെക്കൻഡ് ഹോപ്പിംഗ് പീരീഡ് ആണ് 111 വരുന്നത്. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം 8 ഹോപ്പിംഗ്സ് ആണ് ഇതിലുള്ളത്. 8 ഹോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പാറ്റേൺ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സോ FHSS സൈക്കിൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഹോപ്പിന് നമ്മൾ ഏത് ഫ്രീക്വൻസി ആയിട്ടാണ് മാപ്പ് ചെയ്തത്? 700 അല്ലേ. സെക്കൻഡിന് നമ്മൾ ഏതുമായിട്ടാണ് മാപ്പ് ചെയ്തത്? 900 തേർഡിന് നമ്മളിങ്ങനെ. സോ ഇതാണ് അതിനെ മാപ്പ് ചെയ്തത്. ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് വരച്ചെന്നേ ഉള്ളൂ. സോ 8 ഹോപ്സ് കഴിയുമ്പോഴത്തേക്കും അടുത്ത് എന്ത് ചെയ്യും? വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും അടുത്ത 9th ഹോപ്പ് തൊട്ട്. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇവിടെ 700, എഗെയിൻ 900, വീണ്ടും അത് ഇവിടെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും 8 സൈക്കിൾ കഴിയുമ്പോൾ 9th ബിറ്റ് തൊട്ട്, അതായത് 9th ഹോപ്പ് തൊട്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രൂഡർ ഈ ഒരു എൻ്റെ ഒരു സിഗ്നല് ഇന്റർസെപ്റ്റ് ചെയ്യാൻ, അതായത് അയാൾ ഡീകോഡ് ചെയ്യാൻ, അതായത് എൻ്റെ ഇപ്പം മിലിറ്ററിയിലാണെങ്കിൽ ഒപ്പോണൻ്റ് അത് ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ഹോപ്പും ഡിഫറെൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അയാൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ നോക്കിയാൽ അയാൾക്കൊരു വെരി സ്മോൾ പോർഷൻ മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് കാരണം എൻ്റെ ഹോൾ ഡേറ്റ പല ഫ്രീക്വൻസിയിൽ സ്പ്രെഡായി കിടക്കുവാണ് അല്ലേ, സ്പേസിൽ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. സോ അത് എൻ്റെ ഒപ്പോണൻറ്റിനെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പാടായിരിക്കും. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് സ്പ്രെഡ് സ്പെക്ട്രം. So bandwidth sharing, it is what similar to the FDM. FDM എന്താണ്? ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിന് ഏകദേശം സെയിം ആണ്. ഇത് നമ്മുടെ FHSSഉം. ഇത് നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. ഓക്കെ, സോ ഇവിടെ എന്താണ് FDM എന്ന് പറയുന്നത്? ഓരോ സ്റ്റേഷനും 1/m ബാൻഡ്വിഡ്ത്ത് അലോക്കേഷൻ ആണ്. പക്ഷെ അലോക്കേഷൻ ഫിക്സഡ് ആയിരിക്കും. പക്ഷെ നമ്മുടെ മെയിൻ ഡിഫറൻസ് ആണ് FDMഉം FHSSഉം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ്. അതായത് ഇവിടെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് അലോക്കേഷൻ ഫിക്സഡ് ആയിരിക്കും. ബട്ട് അറ്റ് ദ FHSS ദ അലോക്കേഷൻ മേ ചേഞ്ച് ഫ്രം വൺ ഹോപ്പ് ടു അനദർ ഹോപ്പ്. ഇതാണ് FDMൽ വരുമ്പോൾ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. മീൻസ് ഫ്രീക്വൻസി 1 എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് വരെ എന്തായിരിക്കും? ഒരു ചാനലിൽ ഫിക്സഡ് ആയിരിക്കും. But in the FHSS you can see it will differ from one hop to another hop. Okay, ഓരോ ഹോപ്പിലും ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും, കണ്ടോ? So this is how FDM is different from FHSS. So next let's look on to the direct sequence spread spectrum or otherwise DSSS. So ഇതും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഇറ്റ് ഓൾസോ എക്സ്പാൻഡ്സ്. നമ്മുടെ സ്പ്രെഡ് സ്പെക്ട്രത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ഇറ്റ് ഓൾസോ എക്സ്പാൻഡ്സ് ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ ഒറിജിനൽ സിഗ്നലിന്റെ ബാൻഡ്വിഡ്ത്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. ദറ്റ് മീൻസ് വി റീപ്ലേസ് ഈച്ച് ഡേറ്റ ബിറ്റ് വിത്ത് n ബിറ്റ് യൂസിങ് എ സ്പ്രെഡിംഗ് കോഡ്. ദിസ് സ്പ്രെഡിംഗ് കോഡ്, ദറ്റ് മീൻസ് ഈച്ച് ബിറ്റ് ഈസ് അസൈൻഡ് എ കോഡ് ഓഫ് n ബിറ്റ്സ് കോൾഡ് ചിപ്സ്. ഇവിടെ നമ്മൾ ചിപ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് വരികയാണ്.
അതായത് ഓരോ ബിറ്റും, അതായത് n ബിറ്റായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോറി, ഓരോ ഡേറ്റ ബിറ്റിനെയും n ബിറ്റ്സും ആയിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഒരു സ്പ്രെഡിങ് കോഡ് വെച്ചിട്ട്. സോ ഈ ഒരു n ബിറ്റ്സ് ഉണ്ടാക്കുന്ന ആള് ഈ ഒരു n ബിറ്റ്സിനെ അസൈൻ ചെയ്യുന്നതാണ് ചിപ്സ് എന്ന് പറയും. ചിപ്പ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് n ടൈംസ് ദാറ്റ് ഓഫ് ഡേറ്റ ബിറ്റ് ഇപ്പം ഒന്നാണെങ്കിൽ അതിന്റെ n ടൈംസ് ആയിരിക്കും നമ്മൾ ചിപ്പ് റേറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. സോ ഹിയർ യു ക്യാൻ സീ one second. So here you can see a chip generator. So the original signal is passed to the chip generator, and um, the chip generator will generate the chip, that means the code, and the code that is mapped with the original signal, that is it is encoded with the original signal, and then it is passed to the spread signal. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്യാണ്. എക്സാമ്പിളിൽ നമ്മൾ ഒരു 11 ചിപ്സ്, കൺസിഡർ ദ സ്പ്രെഡിങ് കോഡ് ഈസ് 11 ചിപ്സ് ആയിട്ടുള്ള ഒരു ഒരു ഡേറ്റ ബിറ്റ് സ്ട്രീം ഞാൻ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് 10 111 111 000. സോ ഒറിജിനൽ എൻ്റെ സിഗ്നൽ റേറ്റ് എന്ന് പറയുന്നത് n ആണെങ്കിൽ സ്പ്രെഡ് സ്പെക്ട്രം എന്ത് ചെയ്തു 11n. അതായത് ഇപ്പം ഞാനൊരു 10 സിംപ്ലി ഞാനൊരു ഒന്നിനെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നത്. ആ ഒന്നിനെ ഞാൻ 11 ടൈംസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു ഒന്നിന് ഇപ്പോൾ 101 ആണെങ്കിൽ ആ ഒരു ഒന്നിനെ ഞാൻ ഇത്രയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, അടുത്ത സീറോനെ ഞാൻ ഇത്രയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ ഓരോ സിഗ്നൽസും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറിജിനൽ സിഗ്നൽ എന്ന് പറയുന്നത് 101, സിമ്പിൾ 101നെയാണ് എനിക്ക് റിസീവർ സൈഡിലോട്ട് അയക്കാനുള്ളത്. അപ്പോൾ ഇവിടെ സ്പ്രെഡ് സ്പെക്ട്രം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെ ഞാൻ നേരത്തെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു 11 ബിറ്റ് സ്ട്രീം ആക്കുന്നത് ഈ ഒരു സാധനം ഇതാക്കി മാറ്റും. ഓരോ ബിറ്റിനെ, ഒന്നിനെ ഞാൻ ഇങ്ങനെ ആക്കും, സീറോനെ ഇങ്ങനെ ആക്കും, ഒന്നിനെ ഇങ്ങനെ ആക്കും. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടോ? ഓക്കെ, വെനെവർ അത് 1 വരുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ നിങ്ങൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച BPSK, അതായത് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് പോലെ 1 വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇൻവേർഷൻസ് സംഭവിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് സ്പ്രെഡ് സ്പെക്ട്രം കിട്ടും. ഓക്കെ, ബെറ്റർ ഐ വിൽ ഷോ അനദർ എക്സാമ്പിൾ. One second, I will show another example. Okay. So this is an example for direct sequence spread spectrum. So here we are providing the data input 0 1 0 0 0 11. Okay, so this is how it is being encoded with. That means 0 is here we are using നമ്മൾ നേരത്തെ 11 ബിറ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചെങ്കിൽ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരെണ്ണത്തിന് 4 ബിറ്റ് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളിൽ ശ്രദ്ധിച്ചോണം, ഇവിടെ 0ന് 4 ബിറ്റ് അല്ലേ, 0 1 1 0, അതുപോലെ 1ന് 1 0 0 1 വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബിറ്റ് സ്ട്രീം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ചിപ്പ് സെലക്ടർ ഉണ്ടല്ലോ, ആ ചിപ്പ് സെലക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബിറ്റ് സ്ട്രീമാണിത്. ഓക്കെ, അപ്പം ഞാൻ ഓരോന്നിനെ എന്ത് ചെയ്തു, അതായത് 0 ഞാൻ എൻകോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 0 1 1 0 വെച്ചിട്ട് എൻകോഡ് ചെയ്യും. 1ന് ഞാൻ എന്ത് വെച്ച് എൻകോഡ് ചെയ്യും, 1 0 0 1 വെച്ചിട്ട് എൻകോഡ് ചെയ്യും. 0ന് 0 1 1 0യും അടുത്ത 0 വന്നിട്ട് 1 0 1. ഇത് ഓരോ ഹോപ്പിലും വ്യത്യാസം വരും, മനസ്സിലായോ? ഓരോ ഇതിലും ഓരോ 0യ്ക്കും ഓരോ 1ലും എന്ത് പറ്റും, ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ കാണാം അല്ലേ? എന്തായിരിക്കും പാറ്റേൺ? 0 1 1 0 1 0 0 1 0 1 1 0 1 0 1 1 0 1 0, ഇതിങ്ങനെ പോകും.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലോക്കലി ജനറേറ്റഡ് പി എൻ ബിറ്റ്, ഇത് സ്യൂഡോ നമ്പർ ബിറ്റ് സ്ട്രീം ആണ്. ഓക്കെ, അത് അപ്പോൾ അതിനൊരു പ്രത്യേകം പാറ്റേൺ ഉണ്ടാവണമെന്നുണ്ടോ? പാറ്റേൺ ഉണ്ടാവണമെന്നില്ല, മേ ബി പാറ്റേൺ കാണാം. ചിലപ്പോൾ പാറ്റേൺ ഒരു പകുതി വരെ പാറ്റേൺ ഉണ്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ പാറ്റേൺ കാണത്തില്ല. അപ്പോൾ ഇതൊരു സ്യൂഡോ നമ്പർ സ്ട്രീം ഉണ്ടാക്കും. ഓക്കെ, അടുത്ത് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എ എക്സോർ ബി ആണ്. അതായത് ഇതിൻ്റെ എക്സോർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റർ സൈഡിലും റിസീവർ, അതായത് ട്രാൻസ്മിറ്റർ അയച്ചു കൊടുക്കുന്നത് തന്നെ നമുക്ക് റിസീവർ സൈഡിൽ കിട്ടണമല്ലോ. അപ്പോൾ ട്രാൻസ്മിറ്റർ ഇതാണ് അയക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എങ്ങനെ വരുമെന്ന് വെച്ചാൽ എ എക്സോർ ബി ആണ്. അതായത് ഇതിൻ്റെ എക്സോർ ആണ് ചെയ്യുന്നത്. അപ്പോൾ സീറോയും എക്സോർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സീറോ തന്നെ കിട്ടും. സീറോയും ഒന്നും ഡിഫറെൻറ്റ് ബിറ്റ്സ് അല്ലേ, സീറോയും ഒന്നും എക്സോർ ചെയ്യുമ്പം 1 കിട്ടും. അതുപോലെ സീറോയും ഒന്നും എക്സോർ ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. സീറോയും എക്സോർ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? 0 കിട്ടും അല്ലേ. അടുത്ത് 1ഉം എണ്ണും എക്സോർ ചെയ്യുമ്പം 0. അതായത് ഒരേപോലത്തെ എക്സോറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എക്സോർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അടുത്ത റിസീവർ എൻഡിൽ എന്തായിരിക്കും? ഇതാണ് സെൻറ്റർ സെൻഡ് ചെയ്തത്. സോ ഇതേ സെയിം തന്നെയാണ് ഇവിടെ റിസീവർ റിസീവ് ചെയ്തത്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഏത് പാറ്റേൺ ആണോ നമ്മുടെ സ്യൂഡോ ജനറേറ്റ് ചെയ്തത്, അതേ പാറ്റേൺ, ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യണം? റിസീവറും ജനറേറ്റ് ചെയ്യേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, പക്ഷെ ഈ കൊടുത്തത് ഏത് തന്നെയാണോ അത് തന്നെ ആയിരിക്കണം നമ്മുടെ റിസീവർ എൻഡിലും കൊടുക്കേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ സെൻഡർ അയച്ച ഈ ഒരു ഇൻഫർമേഷൻ റിസീവറിൽ കിട്ടത്തുള്ളൂ. അറ്റ് റിസീവർ സൈഡ് ഓൾസോ എന്ത് ചെയ്യും? എ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണത്തിനും കൂടി എക്സോർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് എക്സോർ ചെയ്യുമ്പോൾ 0 എക്സോർ ചെയ്യുമ്പോൾ 0 തന്നെ വരും. 1 എക്സോർ ചെയ്യുമ്പോൾ 0 വരും. 1 എക്സോർ ചെയ്യുമ്പോൾ 0 വരും. 0 എക്സോർ ചെയ്യുമ്പോൾ 0 വരും. 0ഉം 1ഉം എക്സോർ ചെയ്യുമ്പോൾ 1 വരും. ഓക്കെ, ഇത് എക്സോർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇയാൾ അയച്ച ഈ ഒരു, അതായത് 01001011, ഈ പാറ്റേൺ തന്നെയല്ലേ നമ്മുടെ റിസീവർ സൈഡിൽ അയാൾ ഡിക്കോഡ് ചെയ്തെടുത്തത്? 01001011. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പ്രെഡ് സ്പെക്ട്രം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ. ഓക്കെ, ഈ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പ്രെഡ് സ്പെക്ട്രവും FHSSഉം DSSSഉം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് CDMA എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.